മാന്ത്രിക കുടം. ഒരിക്കൽ ഒരിടത്ത് റാം എന്ന കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യസന്ധനും അധ്വാനശീലനുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നിലമുഴുകുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കലപ്പ എന്തിലോ ചെന്ന് ഇടിച്ചു. അതൊരു ലോഹത്തിന്റെ ശബ്ദം പോലെയായിരുന്നു അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹം മഴുവെടുത്ത് കുഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ലോഹക്കുടം കിട്ടി. അദ്ദേഹം ആ കുടം പുറത്തെടുത്തു. ഈ ഒഴിഞ്ഞ കുടം കൊണ്ട് എന്ത് പ്രയോജനമായിരിക്കും ഉണ്ടാവുക? അയാൾ ആലോചിച്ചു. ഞാൻ നാളെ ചന്തയിൽ പോയി ഇത് വിൽക്കും, ഇതിന് വലിയ വില കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴേക്കും സൂര്യൻ തലയ്ക്ക് മുകളിലെത്തി. അത് ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ മഴു ആ കുടത്തിൽ വെച്ച ശേഷം അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം ജോലി തുടരാൻ തീരുമാനിച്ചു. കുടത്തിൽ നിന്നും മഴു എടുക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതുപോലെയുള്ള ധാരാളം മഴു ഉള്ളതായി കണ്ടു. അദ്ദേഹത്തിന് സംശയമായി, ഏതായിരുന്നു എന്റേത്? മുഴുവൻ മഴുവും എടുത്ത് അയാൾ എണ്ണി നോക്കി. 100 മഴു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇതൊരു മാന്ത്രിക കുടമാണോ? അദ്ദേഹം അതൊന്ന് പരിശോധിച്ചു നോക്കാൻ തീരുമാനിച്ചു. ഒരു ഉരുണ്ട കല്ലെടുത്ത് കുടത്തിലിട്ടു. പെട്ടെന്ന് തന്നെ ആ കുടം നിറച്ചും കല്ലുകൾ ഉണ്ടായി. അത് എണ്ണി നോക്കി, 100 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, എന്ത് തന്നെ ഈ കുടത്തിലിട്ടാലും അത് 100 തിരിച്ചു കിട്ടും. ഈ കണ്ടുപിടുത്തത്തിൽ അയാൾ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അത് കുടത്തിലിട്ടപ്പോൾ 100 ആപ്പിൾ തിരിച്ചു കിട്ടി. അദ്ദേഹം ആ കുടം വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയോട് മാന്ത്രിക കുടത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവൾ വിശ്വസിച്ചില്ല. അദ്ദേഹം അവളോട് പറഞ്ഞു, ഒരു വള ഊരിയെടുത്ത് കുടത്തിലിടാൻ. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുടം 100 വളകൾ തിരിച്ചു നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൾ റാമിനോട് പറഞ്ഞു, ഈ കുടം സുരക്ഷിതമായി എവിടെയെങ്കിലും വെക്കണം. ആരും ഇതിനെക്കുറിച്ച് അറിയരുത്. ഇപ്പോൾ ഞാൻ ഈ വളകൾ കൊണ്ട് എന്ത് ചെയ്യും? നമുക്കിതെല്ലാം വിൽക്കാം. അടുത്ത ദിവസം അവർ മാർക്കറ്റിലേക്ക് പോയി. അവർ അവരുടെ കയ്യിലുള്ള മഴു, ആപ്പിൾ, വളകൾ എന്നിവ വിറ്റ് ഒരുപാട് പണം കിട്ടി. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയെ അവർ കുറച്ച് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങിച്ചു. രാത്രി അവർ ആ കുടത്തിലിട്ടു. കുടം അവർക്ക് 100 എണ്ണം തിരിച്ചു നൽകി. അടുത്ത ദിവസം അവർ മാർക്കറ്റിലെത്തി പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വിറ്റു. കുറച്ചു ദിവസം ഇങ്ങനെ തന്നെ തുടർന്നു. അവർ ധനികരായി മാറി. അവർ വലിയ ഒരു വീട് വെച്ചു. അയൽക്കാർക്കെല്ലാം സംശയമായി. അവർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. എങ്ങനെയാണ് റാം ഇത്ര പെട്ടെന്ന് ധനികനായത്? എനിക്ക് തോന്നുന്നു അവന് നിധി കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അവൻ പോകുന്നിടത്തെല്ലാം അവർ അവനെ പിന്തുടർന്നു. പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാനായില്ല. ഒരു ദിവസം അയൽക്കാരിൽ ഒരാൾ റാമിന്റെ ജനലിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. റാം ഒരു കുടത്തിലേക്ക് ഇടുന്നതും അത് 100 തിരിച്ചു വരുന്നതും അയാൾ കണ്ടു. അദ്ദേഹത്തിന് അസൂയ തോന്നി. ആ കുടം മോഷ്ടിക്കുവാനും പണക്കാരനാകുവാനും അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം റാമും ഭാര്യയും മാർക്കറ്റിലേക്ക് പോയപ്പോൾ അദ്ദേഹം വീട് കുത്തി തുറന്ന് അകത്തിരിക്കുന്ന കുടം മോഷ്ടിച്ചു. റാമും ഭാര്യയും തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട് തുറന്നു കിടക്കുന്നത് കണ്ടു. അവർ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവരുടെ മാന്ത്രിക കുടം മോഷണം പോയതായി മനസ്സിലായി. റാമിന്റെ ഭാര്യയ്ക്ക് വളരെയധികം വിഷമമായി. പക്ഷേ റാം പറഞ്ഞു, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണം നമ്മുടെ പക്കലുണ്ട്. കൂടാതെ നമുക്ക് സ്വന്തമായി കൃഷിയിടവുമുണ്ട്. നമുക്ക് കഠിനാധ്വാനം ചെയ്ത് വിളയിക്കാം. ആ കുടം നമ്മെ മടിയന്മാരാക്കിയിരിക്കുന്നു. അവൾ സമ്മതിച്ചു. അസൂയക്കാരനായ അയൽവാസിക്ക് കുടത്തിന്റെ മാന്ത്രിക വിദ്യ എന്താണെന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് അയാൾ അയാളുടെ തല കുടത്തിനകത്തേക്ക് ഇട്ടു. ഇപ്പോൾ അയാൾക്ക് 100 തലയുണ്ട്. അയാൾക്ക് ഭയമായി. എങ്ങനെ തിരിച്ചു പോകുമെന്ന് അയാൾക്കറിയില്ല. അദ്ദേഹം റാമിന്റെ പക്കലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, ഈ മാന്ത്രിക വിദ്യയിൽ നിന്നും എങ്ങനെ തിരിച്ചു പോകാം? എനിക്കറിയില്ല എങ്ങനെ തിരിച്ചു പോകുമെന്ന്.
ഈ മാന്ത്രിക കുടം ശരിക്കും ഒരു അപകടകാരിയാണ്. അയാൾ അയൽക്കാരന്റെ പക്കൽ നിന്നും ആ കുടമെടുത്ത് നിലത്ത് ആഴത്തിൽ കുഴിച്ചിട്ടു. അത്യാഗ്രഹിയായ അയൽക്കാരൻ 100 തലയുമായി അയാളുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു. മഞ്ഞുരാജ്ഞി. ഒരിക്കൽ ഒരിടത്ത് കെ, ഗേഡ എന്നീ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ഒരു ചെറിയ ഗ്രാമത്തിൽ അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു കളിക്കാറുള്ളത്. വില്ലേജിന് പുറത്തുള്ള ഒരു മനോഹരമായ താഴ്വരയിലായിരുന്നു അവർ അവരുടെ സമയം ചെലവഴിച്ചിരുന്നത്. അവിടെ നിറയെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ വീടിന്റെ പിൻവശത്ത് ഒരു പൂന്തോട്ടമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അത് നിറയെ മനോഹരമായ വിവിധ നിറത്തിലുള്ള പൂക്കൾ വേണം. അതുകൊണ്ട് അവർ അവരുടെ മുറ്റത്ത് പനിനീർ ചെടി നട്ടു. ദിവസവും രാവിലെ അവർ ചെടി നനയ്ക്കും. മഞ്ഞുകാലത്തുള്ള ഒരു ദിവസം ഗേഡയുടെ മുത്തശ്ശി കെയെ ചൂടുള്ള ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. നല്ല മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു. അവർക്ക് പുറത്തു പോയി കളിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവർ 2 പേരും മുത്തശ്ശിയെ കഥ പറയാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇന്ന് ഞാൻ പറയുന്ന കഥ തനിച്ചു താമസിക്കുന്ന ഒരു ദുഷ്ടയായ മഞ്ഞുരാജ്ഞിയുടെ കഥയാണ്. അവർ താമസിച്ചിരുന്നത് ഒരു മലയിലാണ്. അവൾ ക്രൂരയും കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ അടിമകളാക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കേട്ടപ്പോൾ കെ ചിരിക്കാൻ തുടങ്ങി. മഞ്ഞുരാജ്ഞിയോ? ഓ, ഞാൻ ഇത്തരം വിഡ്ഢിത്തരങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഗേഡ, നീ വരൂ, നമുക്ക് പുറത്തു പോയി മഞ്ഞിൽ കളിക്കാം. മുത്തശ്ശിയുടെ കഥയിലെ മഞ്ഞുരാജ്ഞി പുറത്തേക്ക് വന്നു. അവൾ കെ പറയുന്നത് കേട്ടു. ഓ, അവൻ എന്നിൽ വിശ്വാസമില്ല. ഞാൻ എന്റെ ഐസമ്പുകൾ കൊണ്ട് അവനെ ഉപദ്രവിക്കും. കെ വാതിൽ തുറന്നതും അവന്റെ കണ്ണിലേക്ക് എന്തോ വന്ന് കയറി. അവൻ കണ്ണുകൾ തിരുമ്മാൻ തുടങ്ങിയപ്പോൾ എന്തോ വന്ന് അവന്റെ നെഞ്ചിലേക്ക് തറച്ചു. അവൻ വേദന കൊണ്ട് കരഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും സ്നേഹം നഷ്ടപ്പെട്ടു. അവന്റെ പെരുമാറ്റം ആകെ മാറി. ഗേഡ ചോദിച്ചു, കെ, എന്തുപറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ കെ പറഞ്ഞു, നീ എന്റെ അടുത്തു നിന്ന് പോകൂ. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. പിന്നീട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. പാവം ഗേഡ, അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റാതായി. 2 ദിവസങ്ങൾക്ക് ശേഷം അവൻ പൂർണ്ണമായും ഗേഡയെ മറന്നു. അവർ ഒരുമിച്ച് നട്ട ചെടി പോലും അവൻ നോക്കിയില്ല. ഒരു ദിവസം രാവിലെ അവൻ പുറത്തേക്ക് പോകുന്നത് ഗേഡ കണ്ടു. അവൾ അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്? പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുമായി ഒരു സൗഹൃദം എനിക്ക് ആവശ്യമില്ല. അതും പറഞ്ഞവൻ ദൂരേക്ക് നടന്നുപോയി. ഗേഡ അവനെ പിന്തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം കെ ഒരു സുന്ദരിയായ സ്ത്രീയോട് സംസാരിക്കുന്നത് അവൾ കണ്ടു. അവൾ മഞ്ഞുകൊണ്ടുള്ള ഒരു രഥത്തിൽ ഇരിക്കുകയായിരുന്നു. അത് സ്വർണം കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. 2 കുതിരകൾ അത് വലിക്കുന്നുണ്ടായിരുന്നു. കെ ആ രഥത്തിൽ കയറി. പിന്നീട് രഥം വായുവിലൂടെ പറന്നു. മഞ്ഞുരാജ്ഞി കെയെ അവരുടെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. ഗേഡ വിഷമത്തിലായി. കാരണം അവൾക്കറിയായിരുന്നു അത് മഞ്ഞുരാജ്ഞിയാണെന്ന്. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ കെ തിരിച്ചു വന്നില്ല. അങ്ങനെ വേനൽക്കാലം എത്തി. ഗേഡ കെയെ നോക്കാൻ തീരുമാനിച്ചു. അവൾ നടന്നതെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ഒരു മാന്ത്രിക കണ്ണാടി അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്ക് യാത്രയിൽ വളരെയധികം പ്രയോജനപ്പെടും. അങ്ങനെ മുത്തശ്ശിയുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും അവൾ യാത്ര തുടങ്ങി. അവൾ മനോഹരമായ പൂന്തോട്ടത്തിലെത്തി. അവിടെ പല വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ പൂക്കൾ അതിനു മുൻപ് അവൾ കണ്ടിട്ടില്ല. ഗേഡ പൂക്കളുടെ അടുത്ത് ചെന്ന് തൊട്ടുനോക്കി.
പക്ഷെ അവൾക്ക് അത്ഭുതമായി, കാരണം ആ പൂക്കൾക്കൊന്നും സുഗന്ധമില്ലായിരുന്നു. അവൾ വീണ്ടും പൂക്കൾ തൊട്ടു നോക്കി. അപ്പോൾ പൂവിന്റെ സുഗന്ധം തിരിച്ചു കിട്ടി. പെട്ടെന്ന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഈ പൂന്തോട്ടം അവരുടേതാണ്. ഗേഡ, വളരെയധികം നന്ദിയുണ്ട്. ദുഷ്ടയായ മഞ്ഞുരാജ്ഞി ഇവിടെ വന്ന് എന്റെ പൂക്കളുടെ സുഗന്ധമെല്ലാം ഇല്ലാതാക്കി. നിന്റെ ഹൃദയശുദ്ധിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നീ കാരണമാണ് എന്റെ പൂക്കളുടെ സുഗന്ധം തിരിച്ചു കിട്ടിയത്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ എന്റെ സുഹൃത്തായ കെയെ തിരഞ്ഞു വന്നതാണ്. അവനെ ദുഷ്ടയായ മഞ്ഞുരാജ്ഞി തട്ടിക്കൊണ്ടുപോയി. ഓ, ആ മഞ്ഞുരാജ്ഞിയോ? അവൾ നിന്റെ സുഹൃത്തിന്റെ ഹൃദയം ഐസാക്കി മാറ്റുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നീ അവിടേക്ക് പോകൂ. ഈ പൂന്തോട്ടത്തിന്റെ എതിർവശത്ത് ഒരു പുഴയുണ്ട്. ആ പുഴ നിന്റെ സുഹൃത്തിനെ കണ്ടെത്താൻ സഹായിക്കും. നീ നിന്റെ സുഹൃത്തായ കേക്ക് കുറച്ച് പൂക്കൾ എടുത്തോളൂ. ഗേഡ പുഴയുടെ അടുത്തെത്തി. അവൾ അവിടെ ഉണ്ടായിരുന്ന തോണിയിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സുഹൃത്തായ കെയുടെ അടുത്തെത്തിക്കൂ. കുറച്ചു സമയത്തിന് ശേഷം തോണി വലിയ കപ്പലിനടുത്തെത്തി. ഗേഡ കപ്പലിനകത്തേക്ക് കയറി. അവിടെ അവൾ കടൽ കൊള്ളക്കാരിയെ കണ്ടു. അവൾ ചോദിച്ചു, എന്തിനാണ് കുട്ടി നീ എന്റെ കപ്പലിൽ കയറിയത്? ഗേഡ നടന്നതെല്ലാം അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. നീ എന്റെ സുഹൃത്താവുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ഗേഡ സമ്മതിച്ചു. അവൾ ഗേഡയ്ക്ക് ഒരു മാന്ത്രിക കലമാനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കലമാൻ നിന്നെ മഞ്ഞുരാജ്ഞിയുടെ കോട്ടയിലെത്തിക്കും. ഗേഡ അവളോട് നന്ദി പറഞ്ഞു. മാന്ത്രിക കലമാന്റെ മുകളിൽ ഇരുന്ന ശേഷം ഉയരത്തിൽ ആകാശത്തിലേക്ക് പറന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ ഒരു തിളങ്ങുന്ന വലിയ മഞ്ഞുകോട്ട കണ്ടു. അവൾ ആ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. എന്നിട്ട് കെയെ വിളിക്കാൻ തുടങ്ങി. കെ, നീ എവിടെയാണ്? കെ ഐസ് ഉപയോഗിച്ച് കളിക്കുന്നത് അവൾ കണ്ടു. അവൾ കെയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ അവന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ ഒരു അപരിചിതയെ പോലെ നോക്കി നിന്നു. പെട്ടെന്ന് മഞ്ഞുരാജ്ഞി പ്രത്യക്ഷപ്പെട്ടു. എന്റെ കോട്ടയിൽ നീ എന്താണ് ചെയ്യുന്നത്? നിന്നെ ഞാൻ മഞ്ഞ് പ്രതിമയാക്കുന്നതിന് മുൻപ് ഇവിടെ നിന്നും പുറത്തു പോകൂ. പക്ഷെ ഗേഡ ബുദ്ധിപരമായി ഉത്തരം പറഞ്ഞു, ഞാൻ എന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് വന്നത്. മഞ്ഞുരാജ്ഞി പറഞ്ഞു, ഞാൻ അവന്റെ ഹൃദയം ഐസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവൻ എനിക്കുള്ളതാണ്. ഗേഡ പൂക്കൾ കേക്ക് കൊടുത്തു. ആ പൂക്കൾ അവൻ മണത്തു നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ഹൃദയം അലിഞ്ഞു. അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. അവൻ സന്തോഷത്തോടെ ഗേഡയെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടു നിന്ന മഞ്ഞുരാജ്ഞിക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, രണ്ടു പേർക്കും ഇവിടെ നിന്ന് പോകുവാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഗേഡ അവളുടെ മുത്തശ്ശിയുടെ മാന്ത്രിക കണ്ണാടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, രാജ്ഞി ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞാൻ ഈ മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് തരാം. ഈ കണ്ണാടിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. വീണ്ടും നിങ്ങൾ ഏകാന്തത അനുഭവിക്കുകയില്ല. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കെയെ കാണാൻ വരാം. മഞ്ഞുരാജ്ഞി സമ്മതിച്ചു. അവൾ അവരെ വിട്ടയച്ചു. ഖേഡയും ഖേയും സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി. വിരൂപിയായ താറാവ് കുഞ്ഞ്. നല്ല ചൂടുള്ള വേനൽക്കാലത്തെ ഒരു ദിവസം അമ്മ താറാവിന്റെ മുട്ട പൊട്ടാനും വിരിയാനും തുടങ്ങി. ചെറിയ താറാവ് കുഞ്ഞുങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. അവർ ക്വക് ക്വക് എന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ താറാവ് കുഞ്ഞുങ്ങളിൽ ഒന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. അവൻ അവന്റെ സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടായിരുന്ന എല്ലാ കളികളിലും അവനൊപ്പം ചേരും. സങ്കടമെന്ന് പറയട്ടെ, പക്ഷെ അവനോടൊപ്പം കളിക്കാൻ അവർ ആഗ്രഹിച്ചില്ല.
ആരും തന്നെ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായില്ല. ഒരു ദിവസം അവന്റെ പ്രതിബിംബം അവൻ വെള്ളത്തിൽ കണ്ടു. ഞാൻ വിരൂപിയായതുകൊണ്ടാണ് എന്നെ ആരും ഇഷ്ടപ്പെടാത്തത്. കുട്ടിത്താറാവ് ഇങ്ങനെ സ്വയം ചിന്തിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അവൻ വീട് വിട്ട് പുറപ്പെട്ടു. യാത്രാമധ്യേ ഒരു സ്ത്രീയെ കണ്ടു. അവർ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവളുടെ പൂച്ചയും കോഴിയും താറാവ് കുഞ്ഞിനോട് വളരെ മോശമായി പെരുമാറി. അതിനാൽ കുട്ടിത്താറാവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ശീതകാലം വന്നു. ഒറ്റയ്ക്കായിരുന്ന കുട്ടിത്താറാവ് തണുത്തു മരവിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ ആ വഴി വന്നു. അദ്ദേഹം അവനോട് നന്നായി പെരുമാറി. പക്ഷേ അദ്ദേഹത്തിന്റെ കുട്ടികൾ കുട്ടിത്താറാവിനെ ഭയപ്പെടുത്തി. അതിനാൽ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ വസന്തകാലം വന്നു. കുട്ടിത്താറാവിന് സന്തോഷമായി. അവന് വീണ്ടും നീന്താൻ സാധിച്ചു. ഒരു ദിവസം അവൻ വെള്ളത്തിലൂടെ നീന്തുമ്പോൾ ഒരു സുന്ദരിയായ അരയന്നത്തെ കണ്ടു. അവർ പെട്ടെന്ന് തന്നെ പ്രണയത്തിലായി. പെട്ടെന്നാണ് താറാവ് കുഞ്ഞിന് ഓർമ്മ വന്നത് താനൊരു വിരൂപനാണെന്ന്. അവൻ സങ്കടത്തോടെ തലകുനിച്ചു. അപ്പോഴാണ് അവൻ അവന്റെ പ്രതിരൂപം വെള്ളത്തിൽ കണ്ടത്. വസന്തകാലമായപ്പോൾ താൻ വളർന്ന് സുന്ദരനായ ഒരു അരയന്നമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ സഹോദരങ്ങളെല്ലാം താറാവ് കുഞ്ഞുങ്ങളാണ്, പക്ഷെ ഞാൻ അരയന്നമാണ്. ഇങ്ങനെ ചിന്തിച്ച് അവൻ സുന്ദരിയായ അരയന്നത്തോടൊപ്പം നീന്തി. താമസിയാതെ അവർ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഗുണപാഠം: രൂപം കണ്ട് ആരെയും ചെറുതായി കാണരുത്. The ugly duckling. One hot summer day, a mother duck's eggs began to crack and hatch, and little ducklings started appearing one after another. Chee-chee, chee-chee, they cried. But one of the duckling was different. This little duckling was very cheerful and would happily join in every game his brothers and sisters were playing. But sadly, they didn't want to play with him. He couldn't understand why no one liked him until one day he saw his reflection in water. "I'm so ugly, that's why no one likes me," the duckling thought, and decided to run away from home. He left his home and set out. On his way, he came across a woman who took him home and fed him. But her cat and her hen treated the duckling very badly. So he left the woman's house. Winter came, and the duckling was all alone and freezing. A man saw him and took him home. The man treated him well, but his children terrified the duckling. They would run and jump and shout all over the place. So the duckling escaped from there. At last, spring arrived, and the duckling was so happy that he could swim again. One day, as he was swimming, he saw a beautiful swan in the lake and fell in love instantly. However, the duckling remembered that he was very ugly, and at this thought, he bowed his head down in sadness. But what did he see in his reflection? Over the winter, he had turned into a very handsome and young swan. "I understand now. My brothers and sisters all are ducklings, but I am a swan," he thought, and swam after the beautiful swan. Soon they got married and lived happily ever after. Moral: you should never judge anyone based only on their appearance. ബുദ്ധിമതിയായ അമ്മ. ഒരു കാലത്ത് ഒരു ബ്രാഹ്മണൻ അമ്മയോടൊപ്പം ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. ഒരു
ദിവസം ബ്രാഹ്മണന് ചില ജോലികൾക്കായി മറ്റൊരു ഗ്രാമം സന്ദർശിക്കേണ്ടി വന്നു. അദ്ദേഹം പോവാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, മകനെ, നീ എന്തിനാണ് തനിച്ച് യാത്ര ചെയ്യുന്നത്? ഒരാളെ കൂടെ കൂട്ടുക. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കറിയാം അമ്മേ, കാട്ടിലൂടെയാണ് യാത്ര ചെയ്യാനുള്ളത് എന്ന്. എന്നാൽ അവിടെയൊന്നും ഭയപ്പെടാനില്ല. ആ കാട്ടിൽ വന്യമൃഗങ്ങളും മോഷ്ടാക്കളുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ബ്രാഹ്മണൻ പറഞ്ഞു, അമ്മ വിഷമിക്കരുത്, ഞാൻ തനിയെ പോയി എന്റെ ജോലി പൂർത്തിയാക്കി വൈകിട്ട് മടങ്ങും. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. അവർ വീടിന് തൊട്ടടുത്ത ഒരു കുളത്തിന് സമീപം എത്തി. അവർ ഒരു ഞണ്ടിനെ പിടിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ ഞണ്ടിനെ സൂക്ഷിക്കുക. അമ്മയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ഞണ്ടിനെ സൂക്ഷിച്ചു. അദ്ദേഹം അതിനെ തന്റെ സഞ്ചിയിലായിരുന്നു സൂക്ഷിച്ചത്. അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. വേനൽക്കാലമായിരുന്നു അത്. ഉച്ചയായപ്പോൾ അദ്ദേഹത്തിന് ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു വലിയ വൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിന്റെ തണലിൽ കുറച്ച് വിശ്രമിക്കാമെന്ന് ചിന്തിച്ചു. ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ച് ആ വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കാൻ തുടങ്ങി. വളരെ ക്ഷീണിതനായതിനാൽ ഉടനെ തന്നെ ഉറങ്ങിപ്പോയി. വൃക്ഷത്തിന്റെ പൊത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. പാമ്പ് പൊത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണനെ കണ്ടു. തൊട്ടടുത്തായി ഒരു സഞ്ചിയും. പാമ്പിന് സഞ്ചിയിലുള്ള ഭക്ഷണത്തിന്റെ മണം ലഭിച്ചു. പാമ്പ് സഞ്ചിക്ക് അടുത്തു വന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സഞ്ചിയിലുണ്ടായിരുന്ന ഞണ്ടിന് ദേഷ്യം വന്നു. ഞണ്ട് പാമ്പിനെ ആക്രമിച്ചു. അവസാനം ഞണ്ട് പാമ്പിനെ കൊന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് അദ്ദേഹം കാണുന്നത് തന്റെ സഞ്ചിക്കരികെ ഒരു പാമ്പ് ചത്തുകിടക്കുന്നതാണ്. ബ്രാഹ്മണൻ സ്വയം പറഞ്ഞു, ഈ ഞണ്ട് എന്നെ പാമ്പിൽ നിന്നും രക്ഷിച്ചു. അദ്ദേഹം ഞണ്ടിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി അമ്മയുടെ വാക്കുകൾ കേൾക്കണമെന്ന്. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം കൂട്ടുകാർക്ക് മനസ്സിലായോ? മുതിർന്നവരെ അനുസരിക്കണം. The wise mother. Once upon a time, a Brahmin lived in a village with his mother. One day, Brahmin had to visit another village for some work. He got ready to leave. His mother told him, "Son, why are you traveling alone? Take someone with you." The Brahmin said, "I know that I have to travel through jungle. But there is nothing to be scared of. There are no wild animals. Nor are there any thieves in that jungle. But it would be better if someone went along with you." "Don't worry, mother, and don't even be afraid. I'll go alone and return tomorrow evening after I finish my work." Yet the Brahmin's mother was not so sure. She went to the pond outside their house, and from there she got a crab. "I do not approve of you going alone. Take this. Keep this crab with you." To make his mother happy, the Brahmin kept the crab. He kept the crab
along with some camphor balls, which were kept in his bag. After that, he took his bag and left for the journey. It was summer time. Brahmin could not bear the heat anymore. Just then, he saw a huge tree. He thought, why not rest for a while under the shade of this tree? The Brahmin ate his food and decided to lie down under the shade of this tree. He was very tired, so he fell asleep immediately. A snake lived in the trunk of this tree. The snake came out of the trunk and saw the Brahmin. He saw the bag kept next to the Brahmin. He could smell the camphor in that bag. Snakes are known to be very fond of the smell of camphor. So the snake came near the bag and slipped into it. Then he began eating the camphor balls. Seeing this, the crab got angry and he attacked the snake. And finally he killed the snake. After some time, the Brahmin woke up. Suddenly he looked towards his bag. And what did he see? A snake was lying dead near his bag. Brahmin said to himself, "This crab has saved my life from the snake." He thanked the crab from the bottom of his heart. He truly felt that we should always listen to our mother. Moral: we should always listen to our elders.